കുപ്പച്ചന്റെ മരുന്നടി. പരമോന്റെ അച്ഛനാണ് കുപ്പച്ചൻ. കറുത്ത് മെലിഞ്ഞുണങ്ങി എല്ലുന്തിയ ഒരു രൂപം. വലിയ വാ തുറന്നങ്ങ് ഉറക്കി ചിരിക്കും. പക്ഷെ വായിൽ എണ്ണിയെടുക്കാവുന്ന രണ്ടേ രണ്ട് മുൻനിര പല്ലുകൾ മാത്രമേ ഉള്ളൂ. പ്രായം 19 കഴിഞ്ഞു. മോന്തിക്ക് കള്ളും മോന്തി ഇടവഴികളിലൂടെ വടിയും കുത്തി വേച്ചു അങ്ങനെ നടക്കും. വഴിയിൽ കാണുന്ന അപ്പയോടും കുറുന്തോട്ടിയോടുമൊക്കെ കുശലം പറയും. കയ്യിൽ കരുതിയ ബിസ്ക്കറ്റ് തെരുവു നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കും. തീറ്റ കൊടുക്കുന്ന കുപ്പച്ചന്റെ പിന്നിൽ കൊടി വീശുന്നത് പോലെ വാലാട്ടി അവ എപ്പോഴും ഒരു ജാഥയായി നടക്കും. ആരോ കൊടുത്ത പഴയ കുപ്പായവും മുഷിഞ്ഞ വലിയൊരു തോർത്തുമാണ് കുപ്പച്ചന്റെ വേഷം. തലയിൽ കീറിപ്പറിഞ്ഞ പഴന്തുണി കൊണ്ട് ഒരു വട്ടക്കെട്ടും കെട്ടിയിട്ടുണ്ടാകും. കിരീടം ധരിക്കുന്നത് പോലെയാണ് കുപ്പച്ചൻ അത് കൊണ്ടു നടക്കുക. കയ്യിലെ ഊന്നുവടി ചെങ്കോൽ പോലെയും. അന്തിക്കള്ളിത്തിരി മോന്തിയ പിന്നെ പരുപരുത്ത ഒച്ചയിൽ നല്ല നാടൻ പാട്ടും പാടി ഉടുമുണ്ടഴിച്ച് തലയിൽ കെട്ടി ഒരു കോണാനും മുട്ടിലിഴയുന്ന തളക്ക് പൊളക്ക് ഷർട്ടുമായി ആടിയുലഞ്ഞ് അയാൾ അങ്ങനെ നടക്കും. അന്തിക്കാ നടത്തം കുപ്പച്ചന് പതിവാണ്. തലയിലെ കീറത്തുണി കൊണ്ടുള്ള കിരീടം കള്ളുഷാപ്പിൽ വെച്ച് മറന്നിട്ടുണ്ടാവും. പിറ്റേന്നു രാവിലെ ഷാപ്പുകാരൻ കേളുമ്മാൻ കുപ്പച്ചന്റെ കിരീടം തിരികെ കൊണ്ടുവന്ന് കൊടുക്കും. അന്തിക്കള്ള് അകത്താക്കിയാൽ പിന്നെ വഴിയിൽ കാണുന്ന കുട്ടികളോടും പട്ടികളോടും ഓരോന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ നടക്കും. ഒന്നൊന്ന് എത്രടാ? തന്റെ അനുയായികളായ പട്ടികളെ നോക്കി അയാൾ ചോദിക്കും. പട്ടിക്കുട്ടികൾ കുപ്പച്ചനെ മിഴിച്ചു നോക്കി പകച്ചു നിൽക്കും. അവയ്ക്കുണ്ടോ മിണ്ടാനാകുന്നു? മറുപടി കിട്ടാഞ്ഞാൽ കുപ്പച്ചൻ ചെങ്കോലെടുത്ത് അവയെ അടിക്കാനോങ്ങും. അവറ്റകൾ മോങ്ങിക്കൊണ്ട് അവയ്ക്കാവും വിധം ഓടിപ്പോകും. പിന്നെ തലപ്പന്ത് കളിക്കുന്ന കുട്ടികളോടാകും ചോദ്യം. നിന്റെ ടീച്ചറാരാ? അച്ഛനെയോ അമ്മയോ കൂടുതൽ ഇഷ്ടം? കുട്ടികൾ അച്ഛനെയെന്നോ അമ്മയെന്നോ ഒക്കെ പറയുമ്പോൾ നോണയാ, നോണ പറഞ്ഞ കണ്ണു പൊട്ടും. അയാൾ ആക്രോശിക്കും. കുട്ടികൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പിന്നിൽ വാലുപോലെ തൂങ്ങിക്കിടക്കുന്ന കുപ്പച്ചന്റെ കോണകവാൽ പിടിച്ചു വലിക്കും. അയാൾ ദേഷ്യത്തോടെ കുട്ടികളെ തല്ലാനായി ചെങ്കോലോങ്ങും. ഇതാണ് എന്നത്തെയും കുപ്പച്ചന്റെ കലാപരിപാടികൾ. കുപ്പച്ചൻ ചെറുപ്പത്തിൽ നല്ലൊരു കന്നുകൂട്ടുകാരനായിരുന്നു. കന്നുതെളി മത്സരത്തിൽ എന്നും ഫസ്റ്റ് അടിക്കുന്നത് കുപ്പച്ചന്റെ കാളകളാണ്. അതിന്റെ ഒരു ഹുങ്ക് അയാൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുമുണ്ട്. അതൊക്കെ ഒരു കാലം. ഇന്ന് പണിയെടുക്കാനൊന്നും കുപ്പച്ചന് വയ്യാണ്ടായി. പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും വരെ കുപ്പച്ചനെ നന്നായി അറിയാം. അയാളെ നാട്ടിൽ സുപരിചിതനാക്കിയത് ഒരു കഥയാണ്, ഒരു മരുന്നടിയുടെ കഥ. കുപ്പച്ചന്റെ മരുന്നടി നാട്ടിൽ പ്രസിദ്ധമാണ്. അത് വിളകൾക്ക് വേണ്ടിയുള്ള മരുന്നടിയല്ല. അതെന്താണെന്ന് നോക്കാം. ഒരിക്കൽ കുപ്പച്ചന് ദീനം പിടിപെട്ടു. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കാച്ചിലും കുരച്ചിലും. അത് പനിക്കോളാണ്. പിന്നെ കടുത്ത ചുമയും. നാട്ടുവൈദ്യത്തിൽ പൊറുക്കാഞ്ഞ് വണ്ടിക്കൂലി പോലുമില്ലാതെ വണ്ടി കയറി കുപ്പച്ചൻ പട്ടണത്തിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെ കാണാൻ പുറപ്പെട്ടു. കുപ്പച്ചനെ വിശദമായി പരിശോധിച്ച ഡോക്ടർ കുറെ ഗുളികകളും ചുമയ്ക്കുള്ള ഒരു കുപ്പിമരുന്നും കൊടുത്തു. അതും മേശമേലിരുന്ന സാമ്പിൾ മരുന്ന്. ഇത് 3 നേരം ഓരോ സ്പൂൺ കഴിച്ചാൽ മതി, ചുമ മാറും, ഡോക്ടർ പറഞ്ഞു. കുപ്പച്ചൻ അതെല്ലാം തലയാട്ടി മൂളിക്കേട്ടു. വണ്ടിക്കൂലി കൊടുക്കാതെ തിരികെ ബസ്സും പിടിച്ച് പൊരിവെയിലിൽ പൊടിയുമടിച്ച് കുപ്പച്ചൻ പാഞ്ചാലിമുക്കിൽ വന്നിറങ്ങി. വെയിലും കൊണ്ട് പൊടിയടിച്ച് ബസ് യാത്ര ചെയ്ത കുപ്പച്ചന് ചുമ നിർത്താൻ പറ്റുന്നില്ല. ചുമയോട് ചുമ തന്നെ. ഒരു ഫർലോങ് ദൂരമുണ്ട് വീടെത്താൻ. ഡോക്ടർ പറഞ്ഞതുപോലെ ഓരോ സ്പൂൺ മരുന്ന് 3 നേരവും കഴിക്കുന്നതിലും ഭേദം ഒറ്റയടിക്ക് ആ കുപ്പിയിലെ മരുന്ന് മുഴുവൻ അകത്താക്കുന്നതല്ലേ, കുപ്പച്ചൻ വിചാരിച്ചു. അതിനാൽ ചുമ പെട്ടെന്ന് മാറാനായി ഡോക്ടർ കൊടുത്ത കുപ്പിമരുന്ന് മുഴുവൻ കുപ്പച്ചൻ തന്റെ വായിലേക്ക് കമഴ്ത്തി. മരുന്നടിച്ച കുപ്പച്ചൻ 10 അടി നടന്നില്ല. ദാ കിടക്കുന്നു കനാൽ പാലത്തിനരികെ, കീറിപ്പറിഞ്ഞൊരു ശീലക്കുട കണക്കെ. അതുവഴി വന്ന നാട്ടുകാരിൽ ആരോ ആണ് 3-4 ആളുകളെ കൂട്ടി കുപ്പച്ചനെ താങ്ങിപ്പിടിച്ച് വീട്ടിലെത്തിച്ചത്. പിന്നെ 3-4 നാളേക്ക് കുപ്പച്ചന്റെ തല പൊങ്ങിയിട്ടേയില്ല. അതിൽ പിന്നെയാണ് അന്നാട്ടിൽ കുപ്പച്ചന്റെ മരുന്നടി എന്നൊരു പ്രയോഗമുണ്ടായത്. വളരെ രസകരമായൊരു കഥയാണ് കുപ്പച്ചന്റേത്. പണ്ട് നാട്ടിലൊരു പ്രമാണിയായിരുന്നു കുപ്പച്ചൻ എന്ന തെക്കുംപുറത്തെ വേലുക്കുറുപ്പ്. തിന്നും കുടിച്ചും മതിച്ചും പകിട കളിച്ചും സ്വത്തെല്ലാം ദീപാവളി കുളിച്ചു കളഞ്ഞു. തെക്കുംപുറത്ത് വീട്ടുകാർ തറവാടികളായിരുന്നു. തറവാട്ടിലെ കാരണവരായിരുന്ന ശിവരാമക്കുറുപ്പിന്റെ ഒരേ ഒരു മകൾ അമ്മിണിയമ്മയുടെ മകനാണ് വേലു. പാറൂമ 10 പെറ്റെങ്കിലും ആകെ കൂടി കിട്ടിയത് അമ്മിണിയെയായിരുന്നു. താലോലിച്ചും പുന്നരിച്ചും വളർത്തിയ അമ്മിണിക്കുട്ടിയെ 16-ാം വയസ്സിൽ രാഘവക്കുറുപ്പിനെ കൊണ്ട് വേലി കഴിപ്പിച്ചു. അമ്മിണിക്കുട്ടി വേലുവിനെ 8-ാം മാസം വയറ്റിലായിരിക്കുമ്പോഴാണ് രാഘവക്കുറുപ്പിന് പാമ്പുകടിയേറ്റ് മരിക്കുന്നത്. സന്ധ്യയ്ക്ക് പറമ്പിലെ കുളത്തിൽ കുളിക്കാൻ പോയി വരും വഴിയാണ് 8 അടി മൂർഖൻ കടിക്കുന്നത്. നീലിച്ചും വലിച്ചും നേരത്തോട് നേരം കിടന്ന കുറുപ്പ് പിറ്റേന്ന് ത്രിസന്ധ്യയ്ക്ക് തന്റെ അവസാനത്തെ ശ്വാസം വലിച്ചു. അതുകണ്ട അമ്മിണി വലിയൊരു ആർത്തനാദത്തോടെ നിലം പതിച്ചു. അതോടെ പേറ്റുനോവും തുടങ്ങി.
പാറുത്തള്ളിയുടെ അമ്മ ചിന്നമ്മയാണ് പേരെടുത്തത്. ചോര വാർന്ന് ആ മോഹാലസ്യം 3 ദിവസം നീണ്ടുപോയി. 3-ന്റെ അന്ന് രാഘവക്കുറുപ്പിനോടൊപ്പം അമ്മിണിക്കുട്ടിയും പോയി. 8-ാം മാസത്തിൽ പിറന്ന വേലുവിനെ പിന്നെ നോക്കി വളർത്തിയത് മുത്തശ്ശനും മുത്തശ്ശിയുമായിരുന്നു. കണ്ണേ പൊന്നെ കരളേന്നും പറഞ്ഞാണ് പേരക്കുട്ടിയെ അവർ വളർത്തിയത്. താന്തോന്നിയായി തന്നെ അവൻ വളർന്നു. വേലുവിനെ പഠിക്കാൻ വിട്ടപ്പോഴും ചെറുമച്ചക്കന്മാരുടെ കൂടെ കൂട്ടുകൂടി കന്നുമേച്ചും തോട്ടുവക്കിൽ തോട്ടയിട്ട് മീൻ പിടിച്ചും നാട്ടുകാരുടെ പറമ്പിലെ കശുമാവിന് കല്ലെറിഞ്ഞും കശുവണ്ടി കട്ടുവിറ്റും വളർന്നു. തെക്കുംപുറത്തുകാരോട് ആദരവുള്ള നാട്ടുകാരും യാതൊരു പരാതിയും പറഞ്ഞുമില്ല. തെമ്മാടിയായി വളർന്ന അവൻ ബാല്യത്തിൽ തന്നെ റോഡരികിൽ ആരൊക്കെയോ വലിച്ചുപേക്ഷിച്ച ബീഡിക്കുറ്റികൾ പെറുക്കിയെടുത്ത് വലിച്ച് ആളായതാണ്. കൗമാരമെത്തിയപ്പോഴേക്കും വാറ്റുചാരായത്തിലും ചീട്ടുകളിയിലും ആസക്തി കാണിച്ചു തുടങ്ങി. കള്ളവാറ്റു നടത്തുന്ന ഉണ്ണീരിയിലായി പിന്നത്തെ കമ്പം. അങ്ങനെ ചീട്ടും കള്ളും പെണ്ണും അവനെ സ്വാധീനിച്ചു തുടങ്ങി. ഒരിക്കൽ വാറ്റുചാരായവും മോന്തി ഉണ്ണീരിയുടെ വീട്ടുപടിക്കൽ നിന്നിറങ്ങിയ വേലുവിന് അവിടേക്ക് കയറി വരുന്ന ഗോവിന്ദൻകുട്ടി നായരെ കണ്ട് അത്ര രസിച്ചില്ല. വേലുവിന്റെ ക്ലാസ് ടീച്ചറായിരുന്നു അയാൾ. ആരായാൽ എന്താ, അവനല്ലാതെ ഉണ്ണീരിയുടെ അടുത്ത് വരാൻ ആർക്കാണിത്ര ധൈര്യം? വേലു ചിന്തിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. മടിക്കുത്തിൽ കൊണ്ടു നടക്കുന്ന പേനാ കത്തിയെടുത്ത് തന്റെ ഗുരുനാഥന്റെ പള്ളയ്ക്കു തന്നെ ചാമ്പി. കുത്തേറ്റ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ പിന്തിരിഞ്ഞോടി. അയാൾക്ക് പിറകെ തന്നെ വേലുവും കുതിച്ചു. തോട് മുറിച്ചു കടന്ന് പാടവരമ്പിലൂടെ ഓടാൻ പാഞ്ഞ മാഷെ തോട്ടുവക്കിൽ വെച്ച് വേലു കടന്നു പിടിച്ച് നെഞ്ചിൽ ആഞ്ഞുകുത്തി. കത്തി വലിച്ചൂരി കാലി തീരുവോളം കുത്തി. പിന്നെയും കുത്തി മലർത്തി. ശേഷം തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. പശുവിനെ കറന്ന് ചായക്കടയിൽ പാല് കൊടുക്കാൻ പോയ രാമുവാണ് മാസ്റ്ററുടെ ശവം ആദ്യം കണ്ടത്. പാടവരമ്പിലൂടെ തോട് മുറിച്ചു കിടന്ന് ഒരു കുണ്ടനിടവഴി പിന്നിട്ട് ഉണ്ണേരിയുടെ വീടിന് മുന്നിലൂടെ വേണം ചായക്കടയിലെത്താൻ. പാടവരമ്പ് കടന്ന് രാമു തോട്ടിനരികിലെത്തിയപ്പോഴാണ് 3-4 നായ്ക്കൾ കടിപിടി കൂടി നിൽക്കുന്നത് കാണുന്നത്. അവയെ കയ്യോങ്ങി രാമു ഓടിച്ചു വിട്ടു. തോട് മുറിച്ചു കിടക്കുമ്പോൾ വെള്ളത്തിന് കടും ചുവപ്പ് നിറം കണ്ടു. അവന്റെ മൂക്കിലേക്ക് ചോരയുടെ കെട്ട ഗന്ധം അടിച്ചു കയറി. ഞെട്ടി പിന്നോട്ടാഞ്ഞ രാമു ചത്തുമലച്ച മാഷയുടെ ശവത്തിന് മുകളിലേക്കാണ് മലർന്നടിച്ചു വീണത്. തത്തിപ്പിടിച്ച് എഴുന്നേറ്റ അവൻ ഉന്തിയ കണ്ണുകളോടെ താഴേക്ക് നോക്കിയപ്പോൾ തന്റെ മലയാളം മാഷ് ചത്തുമലച്ച് കണ്ണുന്തി കിടക്കുന്നതാണ് കണ്ടത്. നായ്ക്കൾ ആ ശവം ആർത്തിയോടെ കടിച്ചു വലിക്കുന്നു. ശ്വാസം നിലയ്ക്കുന്ന ആ കാഴ്ച കണ്ട രാമു പാടവരമ്പിലൂടെ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടോടി. അവന്റെ കാറിക്കൂവൽ കേട്ടാണ് നാട്ടുകാർ കണ്ണു തുറക്കുന്നത്. നേരം പരപരാ വെളുക്കുന്നതേ ഉള്ളൂ. കിടക്കപ്പായൽ നിന്ന് അങ്കലാപ്പോടെ ഓടിപ്പാഞ്ഞെത്തിയ നാട്ടുകാർ കാണുന്നത് വരമ്പിന് നടുവിൽ നിന്ന് ഒരടി മുന്നോട്ട് പോകാനാവാതെ കണ്ണിറുക്കിയടച്ച് നിന്നലറുന്ന രാമുവിനെയാണ്. അവൻ ചൂണ്ടിക്കാട്ടിയ ഇടത്തേക്ക് ഓടിയെത്തിയ നാട്ടുകാർ കാണുന്നത് തോട്ടുവക്കിൽ ചത്തു വിറങ്ങലിച്ച് കിടക്കുന്ന ഗോവിന്ദൻകുട്ടി മാഷയാണ്. ആരോ പോലീസ് സ്റ്റേഷനിൽ വിവരം ധരിപ്പിച്ചു. പോലീസ് വന്ന് സമീപമെല്ലാം അരിച്ചുപെറുക്കി വേലുവിന്റെ പേനാക്കത്തി കണ്ടെടുത്തു. പിന്നീട് നായ്ക്കൾ കടിച്ചുപറിച്ച് വികൃതമാക്കിയ ശവം പായയിൽ പൊതിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിനയച്ചു. 64 കുത്തുകൾ ഉണ്ടായിരുന്നു അത്രേ. പോലീസ് വേലുവിനെ തെരഞ്ഞ് നാടായ നാട് മുഴുവൻ വീടായ വീട് മുഴുവൻ അരിച്ചു പെറുക്കി. എങ്ങുനിന്നും വേലുവിനെ കിട്ടിയില്ല. ഉണ്ണേരിയുടെ വീട്ടിൽ മാത്രം പേർത്തും കയറിയിറങ്ങിയെങ്കിലും അവൾ പോലീസിനെ മുറ്റത്തിനപ്പുറം വീടിനകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ലെന്നു മാത്രമല്ല ഒന്നും ഉരിയാടിയുമില്ല. കലി കയറിയ പോലീസിന് വേലുവിനെ കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. ചോദ്യം ചെയ്യലുകൾ നീണ്ടുപോയി. ദിനരാത്രങ്ങൾ കടന്നുപോയി. പോലീസ് അവളുടെ വട്ടമൊത്ത മുലകൾ വാതിലിനിടയിൽ വെച്ച് ഞെരിച്ചു. അവൾ ബോധരഹിതയായി നിലത്തു വീണു. ഒടുവിൽ അവളുടെ കിടപ്പറയിലെ കട്ടിലിനടിയിൽ നിന്ന് വേലുവിനെ പിടികൂടി. തല ചായ്ക്കാൻ ഒരു കൂര പോലുമില്ലാതെ തെക്കുംപുറത്ത് വീട്ടുകാർ സകല വസ്തുക്കളും വിറ്റൊഴിച്ച് വ്യവഹാരം നടത്തിയെങ്കിലും വേലുവിന് ജീവപര്യന്തം തന്നെ കിട്ടി. അവനെ ഓർത്ത് ആദിപൂണ്ട ആ വൃദ്ധ ദമ്പതികൾ തൊട്ടപ്പുറത്ത് ഒരു കൂര കെട്ടി പാർത്തിരുന്നു. 1 കൊല്ലം തികയും മുമ്പേ അവരും ഈ ലോകം വിട്ടകന്നു. 14 കൊല്ലത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തു വന്ന വേലു മറ്റൊരാളായിരുന്നു. പക്ഷേ അവന്റെ മദ്യാസക്തി മാത്രം കുറഞ്ഞില്ല. യൗവനകാലത്ത് അയാൾ പല പണികൾ ചെയ്തു. പിന്നീട് മനക്കലെ പണിക്കാരനായി കൂടി. അവരുടെ കാളകളെ പൂട്ടിത്തുടങ്ങി. അന്നാട്ടിലുള്ള ഏറുമാടുകളെ പൂട്ടുന്നത് വേലുവായിരുന്നു. വയസ്സാകുന്നതുവരെ മനക്കൽ കഴിഞ്ഞു. പിന്നീട് മന വിട്ടിറങ്ങി തെരുവോരങ്ങളിൽ അയാൾ അലഞ്ഞു നടന്നു. കിട്ടിയിടത്തു നിന്ന് കഴിക്കും, തോന്നിയിടത്തു കിടന്നുറങ്ങും. കള്ളുമോന്താൻ ആരുടെയും മുന്നിൽ കൈനീട്ടും. ഒരിക്കൽ തറവാട്ടിൽ നിന്ന് വല്യമ്മയുടെ മുന്നിൽ കൈനീട്ടി നിന്ന കുപ്പച്ചനെ മാളോപ്പ കളിയാക്കി ചിരിച്ചു. അയാൾ മാളോപ്പയെ ചീത്ത വിളിച്ചുകൊണ്ട് തല്ലാനാഞ്ഞു. അതിൽ പിന്നെ അവളെ കണ്ടാൽ അയാൾ തന്റെ മുണ്ടൻ വടി ഓങ്ങിക്കൊണ്ട് തല്ലാനായി പിന്നാലെ ഓടും. മാളോപ്പയോടുള്ള പക അയാൾ എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടന്നു. എന്നാൽ എന്നെ കണ്ടാൽ വലിയ കാര്യമാണ്. കയ്യിൽ ചുരുട്ടിപ്പിടിച്ച മിഠായി ഞാൻ
കുപ്പച്ചൻ അരികിൽ വെക്കും. കുപ്പച്ചൻ അത് കണ്ട് പല്ലില്ലാത്ത മോണ കാട്ടി ഉറക്കെ ചിരിക്കും. ഒരു നാൾ സ്കൂളിൽ പോകുന്ന വഴി കുമാരേട്ടന്റെ പലചരക്കു കടയ്ക്ക് മുന്നിൽ കുറെ ആളുകൾ കൂടി നിന്നിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ കൂടി നുഴഞ്ഞ് കടത്തിണ്ണയ്ക്ക് മുന്നിലെത്തിയപ്പോൾ അതാ കിടക്കുന്നു ചത്തുമലച്ച കുപ്പച്ചൻ.